PPE കിറ്റ് ഇടപാടിലെ അഴിമതി ആരോപണം നിയമസഭയിൽ ആവർത്തിച്ച് പ്രതിപക്ഷം. CAG അടിവരയിട്ടാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമെന്ന് VD സതീശൻ പറഞ്ഞു. UDF കാലത്ത് ആരോഗ്യരംഗം തന്നെ വെന്റിലേറ്ററിലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. എങ്ങനെയും PPE കിറ്റ് വാങ്ങാനായിരുന്നു സർക്കാർ ശ്രമമെന്നും മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടതെല്ലാം അന്ന് ചെയ്തെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. സർ, അങ്ങിപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ തന്നൊരു റിപ്പോർട്ടാണ് ഇങ്ങ് വായിച്ചത്. അതിലെ അവാസ്തവമായ കാര്യങ്ങളാണുള്ളത്. അതായത് 550 രൂപയ്ക്ക് 25,000 കിറ്റ് തരാം എന്ന് പറയുന്ന കമ്പനിയോട് പിന്നെയും വില കുറയ്ക്കാൻ നെഗോഷിയേറ്റ് ചെയ്തു. പക്ഷെ അവർ വില കുറയ്ക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അവർ ഓഫർ ചെയ്ത 25,000 വാങ്ങിക്കുന്നില്ല, 10,000 മാത്രമാണ് വാങ്ങിക്കുന്നത്. 1.5 മണിക്കൂറിനുള്ളിൽ 550 രൂപയിൽ വേണ്ട എന്ന് വെച്ച് 1,550 രൂപയ്ക്ക് മേടിച്ച കഥയാണ്. എന്ത് ന്യായീകരണം പറഞ്ഞാലും അതാണ് വാസ്തവം. ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് അത്തരം ഘട്ടത്തിൽ ദൗർലഭ്യതയും വിലക്കൂടുതലും സ്വാഭാവികമാണ്. ആ സമയത്ത് സന്ദർഭത്തിൻ്റെ ആവശ്യമനുസരിച്ച് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. കേരളത്തിന് വെളിയിൽ ഇത്തരം സുരക്ഷാ ഉപകരണങ്ങൾ ലഭിക്കാതെ കോവിഡിനടിപ്പെട്ട് ജീവഹാനി വന്ന ആരോഗ്യ പ്രവർത്തകർ നിരവധിയാണ്. കേരളത്തിൽ ആ സ്ഥിതി ഉണ്ടായില്ല. PPE കിറ്റ് വിഷയത്തിൽ CNAGക്ക് ഉചിതവും വ്യക്തവുമായ മറുപടി സർക്കാർ നൽകിയിട്ടുള്ളതാണ്. ഈ വിഷയം സഭയിലും ഒന്നിലേറെ തവണ ഉന്നയിച്ചിട്ടുള്ളതും മറുപടി പറഞ്ഞിട്ടുള്ളതുമാണ്. കോവിഡ് കാലവും സാധാരണ കാലവും തമ്മിലുള്ള വ്യത്യാസം യാന്ത്രികമായി അക്കങ്ങൾ മാത്രം കൂട്ടി നോക്കുമ്പോൾ യഥാർത്ഥ വസ്തുത കാണാൻ കഴിയില്ല. കോവിഡ് എന്ന അസാധാരണ കാലഘട്ടത്തിലെ നിരക്കും തീരുമാനങ്ങളും കോവിഡിന് മുൻപും പിൻപുമുള്ള കാലഘട്ടത്തിലെ നിരക്കുമായി ഇടകലർത്തി അവ്യക്ത സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഹാമാരി കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ PPE കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും PPE കിറ്റുകൾ അത് വാങ്ങണം, ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. മനുഷ്യ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് പലതവണ ഈ സഭയിലും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ പൊതുമനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊപ്പം ഇങ്ങനെയുള്ള നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിലേക്ക് ദയവായിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പോകരുത്. ആദിൽ പാലോട് ചേരുന്നു നമുക്കൊപ്പം. ആദിൽ പാലോട്, PPE കിറ്റ് വാങ്ങിയതിലെ CAG റിപ്പോർട്ട് അത് വലിയ വിഷയമാക്കി കൊണ്ടുവരാൻ ശ്രമിച്ച പ്രതിപക്ഷത്തെ അടിച്ചിരുത്തിയോ ഇന്ന് ഭരണപക്ഷം? രണ്ടു കൂട്ടരും ഒരുപോലെ വാക്കുതർക്കത്തിലേർപ്പെടുന്ന കാഴ്ചയാണ് നിയമസഭയിൽ കണ്ടത്. നിയമസഭയിലെ നന്ദി പ്രമേയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായത്. നേരത്തെ തന്നെ CAG റിപ്പോർട്ടിൽ കോവിഡ് കാലത്തെ PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ വാദം 550 രൂപയ്ക്ക് കിറ്റ് നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിട്ട് കൂടി അതേ ദിവസം 1,550 രൂപയ്ക്ക് എന്തിന് കിറ്റ് വാങ്ങി എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയാകട്ടെ അത് അസാധാരണ കാലമായി ഇപ്പോഴത്തെ കാലം വെച്ചതിനെ താരതമ്യപ്പെടുത്തുന്നത് ശരിയല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു. മാത്രമല്ല, എത്ര കിറ്റുകൾ കിട്ടുമോ, എത്ര ചികിത്സാ സൗകര്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ അത്രയും ശേഖരിച്ച് സംഭരിക്കാനായിരുന്നു ആരോഗ്യവകുപ്പ് ശ്രമിച്ചതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് വില ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ വിധത്തിലുള്ള സാഹചര്യങ്ങൾ സംഭവിച്ചത് സന്ദർഭത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് കിറ്റുകൾ വാങ്ങിയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പക്ഷേ പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നതും രേഖകൾ ഉയർത്തിക്കാട്ടുന്നതും പ്രതിപക്ഷ നേതാവ് ഇന്ന് പലതവണകളിലായി നിയമസഭയെ അറിയിച്ചത് എന്തിനു വേണ്ടി 550 രൂപയുടെ കിറ്റ് ലഭ്യമായിരിക്കെ അതൊഴിവാക്കി 1,550 കിറ്റിലേക്ക് പോയി എന്നുള്ള ചോദ്യമാണ്. അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ സംസാരത്തിനിടെ പ്രതിപക്ഷ നേതാവ് വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ അത് പരിശോധിക്കാം, ഒന്നും സർക്കാരിന് മറയ്ക്കാനില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നത് വ്യക്തവുമാണ്. സുജയ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.